3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞു. രാജാവ് എന്തെല്ലാം പറഞ്ഞോ അത് മുഴുവനും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. 3 സംവത്സരം കഴിഞ്ഞപ്പോൾ അസ്പനീസ് തിരഞ്ഞെടുക്കപ്പെട്ട ട്രെയിനിങ് കൊടുത്ത ബാലന്മാരെ രാജാവ് ഇരിക്കുന്ന രാജസന്നിധിയിൽ കൊണ്ട് നിർത്തി. സ്തോത്രം. വാക്യം 18, അവരെ രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഇനി നിങ്ങളുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, എന്നെ ശ്രദ്ധിക്കുക, വചനത്തിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ദാനിയേലും മീശയേലും അസ്രിയാവും ഹനന്യാവും ബാക്കിയുള്ള സകല ജനങ്ങളും ട്രെയിനിങ് കഴിഞ്ഞ ജനങ്ങൾ ഇങ്ങനെ രാജാവിൻ്റെ മുമ്പിൽ നിരന്ന് നിൽക്കുകയാണ്. രാജാവ് രാജസിംഹാസനത്തിലിരിക്കുകയാണ്. സ്തോത്രം. ഇവരെല്ലാവരും ആയപ്പോൾ രാജാവിൻ്റെ സിംഹാസനം വിട്ട് ഇറങ്ങി വന്നിട്ട് ഓരോരുത്തരോട് സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. വാക്യം 19, രാജാവ് സംസാരിച്ചാറേ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേല്, ഹനന്യാവ്, മീശയേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യമായ ഒരുത്തനെയും രാജാവിനെ കാണാൻ കഴിഞ്ഞില്ല. വിശ്വാസികളൊരു ഹല്ലേലൂയ പറ. ഈ തെരഞ്ഞെടുപ്പിന് സമയമായെന്നാണ് ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ വരവെടുത്തെന്നാ പറയുന്നത്. ട്രെയിനിങ് പീരീഡ് കഴിയാറായെന്നാ പറയുന്നത്. നിന്നെ ട്രെയിൻ ചെയ്യാൻ അസ്പനീസിനെ പോലെ കുറെ എണ്ണത്തിനെ അഭിഷേകം ചെയ്ത് സഭയ്ക്കകത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, അവർ നിനക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് ജനത്തിന് അവർ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ട്രെയിനിങ് പാസ്സായി തീരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് രാജാവല്ല, രാജാതി രാജാവ് സ്വർഗത്തിന്റെ സിംഹാസനം വിട്ട് ഇറങ്ങി വരും. അവൻ ആകാശത്തേരിൽ ഇറങ്ങി വരും. പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളനാദത്തോട് അവൻ ഇറങ്ങി വരുമ്പോൾ അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളൊന്ന് കണ്ടേ, യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ഒന്ന് കണ്ടേ. പിണറായി വിജയന്റെ മുമ്പിൽ നിന്നാൽ നിങ്ങളൊന്ന് വിറയ്ക്കത്തില്ലേ? നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിന്നാൽ നിന്റെ ശബ്ദമൊന്ന് വിറയ്ക്കത്തില്ലേ? അങ്ങനെയെങ്കിൽ രാജാതി രാജാവായ ലോകത്തിന്റെ ഉടയവനായ യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എത്രയധികം കുലുങ്ങാതിരിക്കും. സ്തോത്രം, സ്തോത്രം. അവന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കണം. ആ ചോദ്യത്തിന്റെ മറുപടി കേട്ടാൽ തമ്പുരാൻ സന്തോഷമുണ്ടാകണം. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് യോഗ്യതയുണ്ട്? എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ഈ ട്രെയിനിങ് പൂർത്തീകരിച്ചാ ജീവിക്കുന്നതെന്ന്? നാളെ രാജാതിരാജാവ് ഇറങ്ങി വന്നാൽ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ എനിക്ക് കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം തിരിഞ്ഞു വരിക. ഇനിയും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ തിരിഞ്ഞ് ട്രെയിനിങ്ങിൻ്റെ അകത്ത് കയറുകയാ. യേശു വരാൻ സമയമായി. ഒരു നെബൂഖദ്നേസർ രാജാവ് വരുന്നത് പോലല്ല. പൻകച്ച അണിഞ്ഞവൻ, വെള്ളോടിന് സാദൃശ്യമായ കാലുള്ളവൻ, വെളുത്ത മുടിയുള്ളവൻ, തീജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഭയന്നു പോകാതിരിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ട്രെയിനിങ് പൂർത്തീകരിക്കുക. പൂർത്തീകരണം നടക്കുമോ പാസ്റ്ററെ? ഒരിക്കലും നടക്കത്തില്ല. പക്ഷേ ആ ട്രെയിനിങ് നടന്നുകൊണ്ടേയിരിക്കട്ടെ. സ്തോത്രം. രാജാവ് പറയുന്നു, രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ 4 പേർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. എന്നിട്ട് പറയുന്നത് കേട്ടോണേ, ഒരുത്തനെയും കണ്ടില്ല. സ്തോത്രം. ഈ രാജാവ് ഈ 4 പേരുടെ കരത്തിൽ കയറി പിടിച്ചിട്ട് തന്നെ ശുശ്രൂഷിക്കുവാൻ രാജസന്നിധിയിലോട്ട് അവരെ വിളിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ രാജാവിന്റെ ഭക്ഷണം കഴിച്ച്, രാജാവ് കൊടുത്ത വീഞ്ഞ് കുടിച്ച് അടിപൊളി ലൈഫ് എന്ന് പറഞ്ഞ് ജീവിച്ചവന്റെ അവസ്ഥ നോക്ക. ദൈവത്തിന് വേണ്ടി നിലപാടെടുത്തവൻ ഭൂമിയിലെ സുഖവും സന്തോഷവും വിട്ടുകളഞ്ഞ് ദൈവത്തിന് വേണ്ടി നിന്നവന്റെ അവസ്ഥ കണ്ടോ? നാളെ നമുക്ക് സംഭവിക്കുന്ന ഇതാണ്. ഒന്നുകിൽ യേശു നമ്മുടെ കരം പിടിച്ച് 1000 ആണ്ട് വാഴുവാൻ അവൻ്റെ കൂടെ കൊണ്ടുപോകും. അതല്ലെന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ മരണപ്പൊയ്കയിൽ തള്ളിയിട്ടിട്ട് കടന്നു പോകും. സ്തോത്രം. ഹലോ. ഈ 3 വർഷം രാജാവ് പറഞ്ഞു അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. അവർക്കുള്ള ആഹാരം, അവർക്കുള്ള ഫുഡ്, അവർക്കുള്ള അക്കോമഡേഷൻ, അവർക്കുള്ള ഡ്രസ്സ് എല്ലാം കൊടുത്തു.
കാണാമറയത്തിരുന്ന് എല്ലാം രാജാവ് ചെയ്തു കൊടുത്തു. ഈ 80 വയസ്സ് വരെ കാണാമറയത്തിരുന്ന് സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നില്ലേ? ചെയ്തു തരുന്നുണ്ടോ ഇല്ലയോ? കുറഞ്ഞ പക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ പുറകിൽ വന്ന മരണം, നീ അറിയാതെ വന്ന മരണം പോലും തമ്പുരാൻ മാറ്റി നിർത്തി. ഇന്ന് നിന്നെ കസേരയിൽ കൊണ്ടിരുത്തിയില്ലേ? ഒരു ദിവസം പോലും പട്ടിണി കിടക്കാതെ തമ്പുരാൻ നിന്നെ തീറ്റിപ്പോറ്റിയില്ലേ? ശത്രുക്കളുടെ മുമ്പിൽ അവൻ മേശ ഒരുക്കി തന്നില്ലേ? കാണാമറിയത്ത് തമ്പുരാൻ ഇതെല്ലാം ചെയ്തത് എന്തിനാണെന്നറിയാമോ? ഭൂമിയിൽ കിടന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് ഈ രാജാവ് ഇറങ്ങി വരുമ്പോൾ ആ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആരോഗ്യത്തോടെ നീ ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ടാണ് തമ്പുരാൻ നിന്നെ ഈ നിമിഷം വരെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവ മക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, യേശു കർത്താവിന്റെ വരവടുത്തു. അവൻ വരാൻ സമയമായി. എടാ, നിലപാടുള്ളവൻ കർത്താവിന്റെ കൂടെ എടുക്കപ്പെടും. നയം വ്യക്തമാക്കുന്നവൻ ദൈവത്തിന്റെ കൂടെ എടുക്കപ്പെടും. നിലപാടില്ലാത്തവനെ ദൈവം തള്ളിക്കളയും. ഒരിക്കൽ കൂടി ഞാൻ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരു ചെറിയ കാര്യ സാധ്യത്തിന് വേണ്ടി നിന്റെ വിശ്വാസത്തെ ക്രൂശിൽ ആണിയടിക്കരുത്.